ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതാ നമ്മളിവിടെ അടിച്ചു വരുകൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ഇതാ റൂം അടിക്കാൻ വന്നപ്പോഴാണ് ഇവിടെ കുറേ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി മടക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ റോളാക്കിയിട്ടാണ് വെക്കൽ. അപ്പോൾ കുറേ സ്ഥലം കിട്ടും നമുക്ക് വെക്കാനായിട്ട്. പിന്നെ ഇതാ എല്ലതും ഇതേപോലെ മടക്കിയിട്ട് റോളാക്കി വെക്കലാണ്. അപ്പോൾ ഇത് മടക്കി വെക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഇതൊക്കെ ഓരോന്നായിട്ട് അൽമാർക്ക് വെക്കലാണ്. ഇനി ഇത് അവിടെ ഒക്കെ ഒന്ന് കൊട്ടി വിരിച്ചിട്ട് നമുക്ക് സെറ്റാക്കി വെക്കലാണ്. അപ്പം ഇതാ മടക്കിക്കൽ കഴിഞ്ഞ് ഇനി ഇവിടെ അടിച്ചു വരാനാണ്. അപ്പം ഇതാ ഇനി അടുത്ത റൂം ക്ലീൻ ആക്കലാണ്. ആ ബെഡ്ഷീറ്റൊക്കെ മടക്കി വിരിച്ച് സെറ്റാക്കി വെക്കലാണ്. അപ്പം ഇതാ ഇവിടെ അടിച്ചു വരലാന്ന്. അപ്പം ഇതാ അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. അപ്പോൾ ഞാൻ തീ കത്തിച്ച് കഴിഞ്ഞ് ഇനി ഇതാ ചെമ്പ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് അയിലാണ് മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതൊക്കെ എന്താ പണി? കൊമ്പൊടിക്കേ? പച്ചക്കറി അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ പച്ചക്കറിയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇതാണ് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ മുളകിൻ്റെ തൈ മുളകും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി ഇതാ അരി അളന്നെടുക്കലാണ്. അപ്പം നമ്മളിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. അപ്പം ഇനി ഇതാ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതാ അയില മുറിക്കലാണ്. അപ്പോൾ ഇതാ നമ്മൾ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, അതേപോലെ ഗരം മസാല, അതേപോലെ കുറച്ച് മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് അയില പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചൂടായി വരുമ്പോൾ ഇതാ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അയില മുളകിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് തക്കാളി അരിയുന്നുണ്ട്. നമ്മളിവിടെ 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ അയിലൊക്കെ ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ നമ്മുടെ മറ്റിമന്ന് നമ്മൾ മുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിതാ മുളക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു 3 മുളക് എടുത്തിട്ട് നമുക്ക് കറിക്കായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അയിലൊക്കെ ഇനി ചട്ടിന്ന് കോരി എടുക്കലാന്ന്.
അപ്പം നമ്മുടെ അയില പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കലാന്ന്. അപ്പം ഇനി ഇതാ ചോറിന് ചെമ്പട്ടി മാറ്റിയിട്ട് ഇതാ നമ്മൾ മീൻകറിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലാന്ന്. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പം ഇനി ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോറ് ഫുള്ളായിട്ട് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിക്ക് ആവശ്യമായിട്ട് ഇതാ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കലാന്ന്. നമ്മൾ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കുക. എന്നിട്ടിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കലാന്ന്. അപ്പോൾ ഇനി തൂമിക്കാനായിട്ട് ചെറിയുള്ളി ഉരിക്കലാന്ന്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഉരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കറിൻ്റെ ചട്ടി ഇവിടെ ഇറക്കി വെച്ചിട്ട് ചൂടുവെള്ളത്തിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ചെമ്പട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൂമിക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇനി ചോറ് വയ്ക്കാൻ പോവുകയെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അസ്സലാമ, ബൈ.